ബ്ലാക്ക് മാജിക് ഒക്കെ ഉള്ള കാര്യമാണ്? ബ്ലാക്ക് മാജിക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനത്തെ പ്രയോഗങ്ങൾ നടത്തുന്നതാണ്. ബ്ലാക്ക് അല്ല, വൈറ്റ് ആയിട്ടുള്ളത്. ആർക്കെങ്കിലും നല്ലത് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സങ്കല്പം കൊടുക്കും. അത് 4-5 രീതി. ഒന്ന്, മന്ത്രശക്തി ഉപയോഗിക്കും. നമ്മൾ ഒരേ മന്ത്രം ജപിച്ച് 41 ദിവസം ഒരേ കാര്യത്തിൽ ഒരേ മന്ത്രം ജപിക്കും. പേടിയുണ്ട്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയ വെച്ചിട്ട് അപ്ഡേറ്റ് ആണ്. അന്ന് അതല്ല, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കട്ടൊക്കെ വെച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അപ്പോൾ തിരുമേനി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്യും, ഫോട്ടോ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അവളുടെയും ഫോട്ടോ വേണം. പിന്നെ ഇവളുടെ കാലിൻ്റെ അടിയിലെ മണ്ണ്, പിന്നെ മുടി നഖം. ശരിയെന്ന് പറഞ്ഞു. 42ാമത്തെ ദിവസം. അപ്പം ഇത് അപ്ഡേഷൻ 42 ദിവസം കഴിഞ്ഞ് പുള്ളി പറഞ്ഞു മോള് കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ മറ്റേത് തെറ്റിപ്പോയി. ആ പയ്യനാണ് അവളുടെ ജീവിതത്തിൽ ഈ ദൈവം തീരുമാനിച്ചതെങ്കിൽ അതേ നടക്കുകയുള്ളൂ. തിരുമേനി പറഞ്ഞിട്ടുണ്ട്, നിമിത്തമാണ് ഏറ്റവും, ജ്യോതിഷത്തെക്കാളും നിമിത്തമാണ് പ്രപഞ്ചം നമ്മളോട് സംവദിക്കുന്നത്. ഇത് തന്നെ ഈ ഹിപ്നോട്ടിസം പഠിപ്പിച്ച സാറും പറഞ്ഞു. ഈ പ്രപഞ്ചം ഏത് സമയത്തും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അറിയാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെടും. സാറേ, എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഈ ബ്ലാക്ക് മാജിക് കൊണ്ട്. ഒരുപാട് പേര് ഇന്ന് ഏറ്റവും സെർച്ച് ചെയ്യുന്നത് ഇതൊക്കെയാണ്. അവർക്കെല്ലാം ഈ വശ്യം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. കാരണം മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റും, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയോ രഹസ്യമുണ്ട്. ആ രഹസ്യം വെച്ച് നമുക്ക് എല്ലാം നേടിയെടുക്കാമെന്നൊരു തോന്നുന്നുണ്ട്. ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ഉള്ള കാര്യമാണ്? ബ്ലാക്ക് മാജിക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ഉണ്ട്. മനസ്സിലായോ? ബ്ലാക്ക് ഹോൾ ഉണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക്കും ഉണ്ട്. ഇതിൽ എനിക്ക് അതിശയകരമായ ഒരു അനുഭവം, ഞാൻ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണേമ്പ്രാന്തി തിരുമേനിയുടെ കാര്യം പറഞ്ഞു. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ പോകുമ്പോൾ ഒരച്ഛൻ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട് ചേർത്തലയാണ്. അപ്പോൾ ഈ അച്ഛൻ വന്ന്, അപ്പോൾ ഈ തിരുമേനി രഹസ്യമാണ് സംസാരിക്കുക, പക്ഷേ എന്നെ ഇരുത്തും ആ സമയത്ത്. അപ്പോൾ ശിഷ്യനും ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ വന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മോള് ഒരു കോളേജിൽ പഠിക്കുക, ചേർത്തലയിലെ പ്രശസ്തമായ കോളേജ്. ഒരു 35 വർഷം മുമ്പത്തെ ആയതുകൊണ്ട് എനിക്കിപ്പോൾ പറയാം, 35 അല്ല 40 വർഷം മുമ്പത്തെയാണ്. ഇപ്പോൾ ആ മോള് അമ്മുമ്മയായി കാണും. ഒരു ലവ് അഫെയറിൽപ്പെട്ടു. അപ്പോൾ അഫെയറിൽപ്പെട്ടത് ആ പയ്യൻ്റെ ഫാമിലി ഇവർക്ക് അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ തിരുമേനി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റുകയില്ല, അവൾ അറിയാണ്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയോ ഈ അച്ഛനെ അറിഞ്ഞു ഈ മോളിങ്ങനെയാണ്. അവളോട് സംസാരിക്കാൻ, ചിലപ്പോൾ ഇതൊക്കെ സംസാരിക്കുമ്പോൾ പിള്ളേർ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്നുള്ള ഒരു പേടിയുണ്ട്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയ വെച്ചിട്ട് അപ്ഡേറ്റ് ആണ്. അന്ന് അതല്ല, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കട്ടൊക്കെ വെച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അപ്പോൾ തിരുമേനി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്യും, ഫോട്ടോ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അവളുടെയും ഫോട്ടോ വേണം. അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇവളുടെ കാലിൻ്റെ അടിയിലെ മണ്ണ്, പിന്നെ മുടി നഖം, ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കും. ഇപ്പം മുടി നഖം നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ? എന്തിനാണ് കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് മാജിക് അല്ല, DNA. DNA ഉപയോഗിക്കാം. ഒരാളെ തിരിച്ചറിയാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്, സെൽസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ പണ്ടത്തെ ആൾക്കാർ പറയുന്നുണ്ട്, നഖം മുറിച്ച് മുടി മുറിച്ച് വെറുതെ ഇടരുതെന്ന് പറയാറുണ്ട്, കുഴിച്ചിടണമെന്ന് പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് ഇല്ലേ? നഖമൊന്നും മുറിച്ച് ചൂല് കൊള്ളരുത്, അതിൽ മുടിയിൽ ചൂല് കൊള്ളരുതെന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം ഇത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അതിലെ എന്താണ് തന്മാത്രകൾ എന്താണ് അത് അതിനകത്തുണ്ട്. നമ്മൾ ആരാണെന്ന്, നമ്മുടെ പരമ്പര ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള തെളിവ് ഒരു നഖത്തിന്റെ കഷത്തിലോ ഒരു മുടിയിലോ ഉണ്ട്. ശാസ്ത്രവത് പൊഴിഞ്ഞു പോകുന്ന മുടിയിലും നമ്മുടെ ഉണ്ട് എനർജി ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് പറഞ്ഞിട്ട് അപ്പോൾ ഞാനും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, എന്താണ് സംഭവം. എൻ്റെ പഠനം നടക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഇതും തിരുമേനിയുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ് കൊണ്ടുവന്നു. അപ്പോൾ ഈ പയ്യൻ്റെ ഫോട്ടോ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവളുടെ ബുക്കിനകത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഡൗട്ട് വന്നത്. പയ്യൻ്റെ ഇത് ബുക്കിനകത്ത് എന്തോ പേരോ അങ്ങനെ എന്തോ അദ്ദേഹത്തിന് കിട്ടി. മോളോടൊന്നും ചോദിക്കാൻ പോയില്ല. അത് തിരുമേനി ഫോട്ടോ ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ മോൾ അറിയേല. കാര്യം എന്താണെന്ന് വെച്ചാൽ മോൾ അറിഞ്ഞിട്ടില്ല, ഇത് അച്ഛൻ ഇത് അറിഞ്ഞു എന്നറിയുന്നില്ല ഈ സംഭവം. എന്നിട്ട് തിരുമേനി പറഞ്ഞു 41 ദിവസം കഴിയട്ടെ, എന്നിട്ട് നോക്കിക്കോ എന്താണെന്ന് പറഞ്ഞു. ഈ 41 ദിവസം മണ്ഡലകാലം ഒരു എനർജി, 21 ഡേയ്സ്, പിന്നെ 41 ഡേയ്സ്. 42nd ഡേയിൽ അതിൻ്റെ റിസൾട്ട് അറിയും. അപ്പോൾ പറഞ്ഞ് ഇതാകട്ടെ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ 41 ദിവസം കഴിഞ്ഞിട്ട്, ഇവള് ഡിഗ്രി തീരാറായെന്ന് തോന്നുന്നു, 41 ദിവസം കഴിഞ്ഞിട്ട് മോളുടെ അടുത്ത് കല്യാണത്തിൻ്റെ പ്രപ്പോസൽ പറയുക, ഒരു വിവാഹം നമ്മൾ നോക്കുന്നു എന്നുള്ള രീതിയിൽ പറയുക. അപ്പോൾ ഈ തിരുമേനി സങ്കല്പം ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇവക്ക് കല്യാണം നടക്കാനും കൂടിയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അടുത്തത് ചെന്ന് വീഴുമല്ലോ. ഒരു പ്രാവശ്യം ഇത് ചൂടുവെള്ളത്തിൽ വീണോ പിന്നെയും ചൂടുവെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ പോലെ ശരിയെന്ന് പറഞ്ഞു. 42ാമത്തെ ദിവസം. അപ്പോൾ ഇത് അപ്ഡേഷൻ 42 ദിവസം കഴിഞ്ഞ പുള്ളി പറഞ്ഞു മോള് കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ മറ്റേത് തെറ്റിപ്പോയി. മനസ്സിലായോ? ഓട്ടോമാറ്റിക് തെറ്റിപ്പോയി. ഇത് പറയുമ്പോൾ ഇത് ചെയ്യുന്നവർക്ക്
അപ്പോൾ തിരുമേനി സാത്വികമായിട്ടാണ് ഇത് ചെയ്യണം. ആർക്കും ദോഷമില്ല. അവളുടെ നല്ല കാലം വരാൻ, നല്ലത് അവളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുക. ആ പയ്യനാണ് അവളുടെ ജീവിതത്തിൽ ഈ ദൈവം തീരുമാനിച്ചതെങ്കിൽ അതേ നടക്കുകയുള്ളൂ. അത് പറയും. കാര്യം ദൈവം അതാണ് തീരുമാനിച്ചതെങ്കിൽ അതേ നടക്കുകയുള്ളൂ. അതിൽ നിങ്ങൾ എന്താണ് ഉച്ചനീച നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ അബദ്ധവശാൽ വീഴുന്നതാണ് അവളുടെ എന്തെങ്കിലും സമയദോഷം, അത് വെച്ച് വീണതാണെങ്കിൽ നമുക്ക് മാറ്റാമെന്ന് പറയും. അത് മാറ്റാൻ പറ്റും. ഇത് പറയുമ്പോൾ എൻ്റെ ഒഫീഷ്യൽ ഇതിൽ നടന്ന ഒരു സംഭവം, ഞാൻ ചെറുതായിട്ട് ഇങ്ങനത്തെ പ്രയോഗങ്ങൾ നടത്തുന്നതാണ്. ബ്ലാക്ക് അല്ല, വൈറ്റ് ആയിട്ടുള്ളത്. ആർക്കെങ്കിലും നല്ലത് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സങ്കല്പം കൊടുക്കും. അത് 4-5 രീതി. ഒന്ന്, മന്ത്രശക്തി ഉപയോഗിക്കും. നമ്മൾ ഒരേ മന്ത്രം ജപിച്ച് 41 ദിവസം ഒരേ കാര്യത്തിൽ ഒരേ മന്ത്രം ജപിക്കും. ഇപ്പോൾ രാഹുൽ ജി ഒരു കാര്യം എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നക്ഷത്രം, എന്നിട്ട് നിങ്ങളുടെ കുടുംബദേവതയാരാണ് എന്നുള്ള ഇതെല്ലാം നോക്കിയിട്ട് ആ ദേവതകളെ ഇത് ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഉപാസനാമൂർത്തികൾ കാണും. മനസ്സിലായി? അത് വെച്ചിട്ട് ആദ്യം നോക്കും ഇതിന് നിയോഗം ഉണ്ടോയെന്ന്. അതപ്പോൾ തിരുമേനിയും പറയും, ആദ്യം ഒരു കാര്യം, എല്ലാ കാര്യവും നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അത് ചെയ്യാൻ നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതപ്പോൾ ആദ്യം ഈ നമ്മൾ എന്തെങ്കിലും നോക്കുമ്പോൾ രാശി വെക്കുമ്പോൾ ഒഴിവ് നോക്കും അല്ലേ, ഏത് തിരുമേനിയെ കൊണ്ട് ചെയ്യിക്കണം. എന്നിട്ട് എന്തെങ്കിലും ഒഴിവ് ആവാഹനം എടുക്കുകയാണെങ്കിൽ ഏത് അമ്പലത്തിൽ കൊടുക്കണമെന്ന് നോക്കും. ചിലപ്പോൾ ചില അമ്പലം ഏക്കുകയില്ല, പറ്റുകയില്ല എന്ന് പറയും. പിന്നെ വേറെ അമ്പലം നോക്കേണ്ടി വരും. ഇതേ കാര്യം തന്നെ ഹിപ്നോട്ടിസം പഠിപ്പിച്ച സാറും പറഞ്ഞു. എങ്ങനെ ഹിപ്നോട്ടിസം പഠിപ്പിച്ച സാറ് പറഞ്ഞു, ഓരോ ആൾക്കാരുടെ പാസ്റ്റ് ലൈഫ് റിഗ്രഷനൊക്കെ ചെയ്യുമല്ലോ, നമുക്ക് നിയോഗം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഹിപ്നോട്ടൈസ് ചെയ്യണമെങ്കിൽ ഒരു നിയോഗം, ഹിപ്നോട്ടൈസ് ചെയ്യാം. പക്ഷെ അവരിൽ നിന്ന് കുറെ രഹസ്യങ്ങളാണ്. ഇപ്പൊ രാഹുൽജീനെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ ഹിപ്നോട്ടൈസ് ആകും. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ശ്രമിച്ചാൽ ഹിപ്നോട്ടൈസ് ആകും. കാര്യം അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു 75% ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്യാം. 25 ഒരു രസത്തിലും പക്ഷേ ഇല്ല, സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരെയും ഹിപ്നോട്ടൈസ് ചെയ്യുന്ന വിദ്വാന്മാരുണ്ട്. അത് അവർക്ക് അവരുടേതായ ടെക്നിക്കുകളുണ്ട്. അപ്പോൾ ഈ ഹിപ്നോട്ടൈസ് ചെയ്യാൻ മാത്രമല്ല, ഇപ്പൊ ഡോക്ടർ ബ്രയാനിൽ വിസ് കാതറി എന്ന് പറഞ്ഞ ആളെ 1984 ഈ ഡോക്ടർ ബ്രയാൽവിസിനെ അറിയില്ല, ഒരാൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. സാധാരണ ചെറുപ്പകാലത്തിൽ ഇവർക്ക് വന്ന ട്രോമ വരെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോവുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയിട്ട് പിന്നെ ഇവർ അതിൻ്റെ മുന്നത്തെ ജന്മത്തിലേക്ക് പോവുകയാണ്. ആ സ്ത്രീ യേശുക്രിസ്തുവിനെ, ഈശാ നബി എന്ന് പറയണം, അദ്ദേഹത്തെ കുരിശിലേറ്റാൻ കൊണ്ടുപോകുമ്പോൾ ആ ജന്മത്തിൽ നേരിട്ട് കണ്ട സ്ത്രീയാണ് ഇവർ. 2000 വർഷങ്ങൾക്ക് മുമ്പ്. മനസ്സിലായി? 1984 മറ്റാണ് ഇത്. അദ്ദേഹം തന്നെ സ്തംഭിച്ചു പോയി. എന്നിട്ട് ഇവരിലൂടെ മാസ്റ്റർ സോൾസ് ഇദ്ദേഹത്തിനോട് സംസാരിക്കുകയാണ്. അവർ പറയുന്നത്, ഞങ്ങളാണ് ഈ കുട്ടീനെ നിങ്ങളുടെ അടുത്ത് അയച്ചത്, നിങ്ങൾ വിശ്വസിക്കുകയല്ല, നിങ്ങൾക്ക് ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസമില്ല, ആത്മാക്കളെ കുറിച്ചൊന്നും വിശ്വാസമില്ല, ഞങ്ങളാണ് ഈ കുട്ടീനെ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ കുറേ രഹസ്യങ്ങൾ അറിയണം, പ്രപഞ്ച രഹസ്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയണം മാസ്റ്റർ സോൾസ്. നമ്മുടെ ഈ ഗുരുക്കന്മാരുണ്ടല്ലോ, കുറേ ഗുരുതുല്യന്മാരായ ആൾക്കാരുണ്ട്. മനസ്സിലായേ? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കുറേ പേരെ അവർ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഓരോ മാസ്റ്റർ സോൾസാണ്. അപ്പം അവർ ആത്മലോകത്തിലുള്ളവർ ഇദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് കാര്യത്തിനും നമുക്ക് നിയോഗം വേണം. അതിന് ഡോക്ടർ ബ്രയാൻ എൽവിസിന് നിയോഗം ഉണ്ടായിരുന്നു. അത് വെച്ച് കോടിക്കണക്കിന് ആൾക്കാർ ആത്മാക്കളുണ്ടെന്ന് വിശ്വസിച്ച് തുടങ്ങി, അനുഭവിച്ചു തുടങ്ങി. അതുപോലെ നമുക്ക് നിയോഗം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ എറണാകുളത്തൊരു ബ്രാഞ്ചിൽ അപ്പോൾ ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യണം. എൻ്റെ ഓഫീസറായിരുന്ന ഒരു വ്യക്തി ഇവർ പ്രൊമോഷനായിട്ട് ബാംഗ്ലൂർക്ക് പോയി. അപ്പോൾ സ്കെയിൽ 2 ഓഫീസറായിരുന്നു, സ്കെയിൽ 3 ആയി. സ്കെയിൽ 3 ആയിട്ട് ബാംഗ്ലൂർക്ക് പോയി. ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസിലാണ് പോയത്. അപ്പോൾ ഇപ്പോൾ അവരുടെ നമ്പരൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ, നമ്പർ പോയി. 2007-2008 സംഭവം. അപ്പോൾ അവർക്കറിയാം ഞാൻ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജാതകം നോക്കും. ഞാൻ ജാതകം നോക്കുന്നില്ല, പക്ഷേ നമുക്ക് നിയോഗം ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. നിമിത്തം വെച്ചാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത്. തിരുമേനി പറഞ്ഞിട്ടുണ്ട്, നിമിത്തമാണ് ഏറ്റവും, ജ്യോതിഷത്തെക്കാളും നിമിത്തമാണ് പ്രപഞ്ചം നമ്മളോട് സംവദിക്കുന്നത്. ഇത് തന്നെ ഈ ഹിപ്നോട്ടിസം പഠിപ്പിച്ച സാറും പറഞ്ഞു. ഈ പ്രപഞ്ചം ഏത് സമയത്തും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അറിയാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഓരോ സമയത്തും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജ്യോതിഷത്തിലാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നിമിത്തം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആ മേഡമൊക്കെ വന്നിട്ട് പറഞ്ഞില്ലേ, ഇപ്പൊ ജാതകപ്പൊരുത്തം നോക്കുമ്പോഴത്തേക്കും, പ്രദീപ് സാർ എടുത്ത ഇന്റർവ്യൂ ആയിരുന്നു, പൊരുത്തം എടുക്കുമ്പോൾ ജാതകപ്പൊരുത്തമൊക്കെ നോക്കുമ്പോൾ ആ സമയത്ത് കിട്ടുന്ന ചില സൂചനകൾ, ആ സൂചനകൾ വെച്ചിട്ട് ചിലപ്പോൾ ജാതകം ഫുള്ള് ചേരുന്നുണ്ടാവും, പക്ഷെ എടുക്കരുതെന്ന് പറയും.
അത് കാര്യം അത് നിമിത്തം വെച്ചിട്ട്, കാര്യം അതിന് എന്തെങ്കിലും കാരണങ്ങൾ കാണും. അപ്പോൾ ഈ വ്യക്തി അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഓഫീസറുണ്ട്, അദ്ദേഹം സ്കെയിൽ 4 ആണ്, അദ്ദേഹമാണ് ഇവരുടെ ഹെഡ്. അദ്ദേഹം ഇവർ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഒപ്പിടുകയല്ല ഇയാൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പര്യായം സൂര്യൻ്റെ പര്യായമാണ്. ഞാൻ പേര് പറയുന്നില്ല, കാര്യം കുറേ ബാങ്കിലുള്ള ആൾക്കാരൊക്കെ ഈ ഇൻ്റർവ്യൂ കാണും. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പോൾ ഇവരുടെ പേരും നാളും ഒക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു ഞാൻ സങ്കല്പം കൊടുക്കാം, ഇത് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ സെക്ഷനിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ അദ്ദേഹം പോകണം അവിടെ നിന്ന്, അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇത് ചെയ്ത് ഞാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇവർ തമ്മിൽ മാറി, സെക്ഷൻ മാറി. അദ്ദേഹം വേറെ സെക്ഷനിലേക്ക് മാറിയ, ഇവർ വേറെ സെക്ഷനിലേക്ക് മാറിയാന്ന്. ഇപ്പോൾ നല്ല സമാധാനമുണ്ട് ശ്രീനി എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഓക്കെ നല്ല കാര്യം എന്ന് പറഞ്ഞ് വിട്ടു, ഈ സംഭവം വിട്ടു. ഒന്നുമില്ല, ആർക്കും എന്താണ് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയാണ് ഇത് ചെയ്തത്. പക്ഷെ അവിടെ ഒരു കർമ്മം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇത് ചെയ്തു കഴിഞ്ഞ് ഓക്കെ ഇതൊക്കെ ഈ 2011 ഞാൻ പ്രൊമോഷനായി കാർവാറിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ 1, 2, 3-ാമത്തെ ആൾ വരുന്നത്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. ഇദ്ദേഹം ഒരു സ്ഥലത്തുനിന്ന് സൂര്യൻ്റെ പര്യായമുള്ള ആൾ തന്നെയാണ് അവിടെ വരുന്നത്, ഇത് ചെയ്യുന്നത്. അദ്ദേഹമായിട്ട് നല്ല ഇത് അദ്ദേഹം മോട്ടിവേഷൻ ചെയ്ത് നമ്മൾ കുറേ അവിടെ ബിസിനസ് ചെയ്തു. ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യും. അത് ഈ മാനേജേഴ്സ് മീറ്റിങ്ങിൽ അതൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് മോട്ടിവേഷനൊക്കെ ചെയ്തു. പക്ഷെ അവസാന കാലത്ത് ഇദ്ദേഹം എനിക്കിട്ട് പണി വെച്ചു. അദ്ദേഹത്തിൻ്റെ തടി കേടാകണ്ട. അപ്പം ആ മേഡം പറഞ്ഞു ഇദ്ദേഹം ഒരു റിസ്ക് എടുക്കുക. ഈ ബാങ്കിങ് എന്ന് പറയുന്ന റിസ്ക്കാണ്. അതെ, ഈ സാധാരണ ആനച്ചോറ് കൊലച്ചോറ് എന്ന് പറയണ പോലെ ബാങ്കിങ് ചോറ് കൊലച്ചോറാണ്. കാര്യം നമ്മളൊരാൾക്ക് ലോൺ കൊടുത്തു എന്ന് വെച്ചു. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഒരു സംഭവം അറിഞ്ഞു. ഒരു വ്യക്തി ഒരാൾക്ക് ഹൗസിംഗ് ലോൺ സാങ്ഷൻ ചെയ്തു. അപ്പോൾ ഹൗസിംഗ് ലോൺ പല ഇതായിട്ടാണ് കൊടുക്കുന്നത്, റിലീസായിട്ടാണ്. നിങ്ങൾ തറ കെട്ടണം, കെട്ടുമ്പോഴാണ് ഫസ്റ്റ് ഇത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലിൻഡിൽ ലെവലാകുമ്പോഴാണ് അടുത്തത് കൊടുക്കുന്നത്, അങ്ങനെയുണ്ട്. അപ്പോൾ ഇദ്ദേഹം സാങ്ഷൻ ചെയ്ത് ആ സമയത്തെല്ലാം ശരിയായി ഹൗസിംഗ് ലോൺ കൊടുത്തു കഴിഞ്ഞു. ഒരു സാങ്ഷനാക്കി ഇദ്ദേഹം. സാങ്ഷനാക്കി പിന്നെ ഇദ്ദേഹം പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇതാകാണ്ട് ഫുള്ള് പണിയാകാണ്ട് എന്താണ്ടോ റിലീസ് ചെയ്ത് ഇദ്ദേഹത്തിന് വരെ ചാർജ് ഷീറ്റ് കിട്ടി. മനസ്സിലായി? അപ്പോൾ അദ്ദേഹം ചെയ്തു പോയത് അതാണ്. അത് ആ ലോൺ ക്ലോസ് ചെയ്യുന്നവരെയും ആ കൊലച്ചോറാണത്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഒരു ഇൻക്രിമെൻറ്റും പോയിട്ടുണ്ട് എനിക്ക്. അതും ഞാൻ വളരെ സന്തോഷത്തോടെ പറയും. അതും ഈ ഞാൻ ചെയ്ത ഇതിൻ്റെ കാർമ്മിക ഫലമാണ്.